ഗായ്സ് ഇപ്പം നമ്മളിതാ നമ്മുടെ കുഞ്ഞാറ്റ് കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്ത് കഴിച്ച് നല്ല സൂടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിയാണ് ഗൈസ്, നമ്മൾ ചൂടോടുള്ള കേക്ക് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസ് നമുക്ക് കടിക്കാം. വാവ്, നമ്മുടെ കേക്ക് വാസ് ഓസം ഗൈസ്. നല്ല ടേസ്റ്റി കേക്കാണ് കേട്ടോ. അതുപോലെ ചൂടോടെ കേക്ക് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് കേക്കെല്ലാം കഴിച്ച് വീണ്ടും നമ്മുടെ മൂവി കാണാൻ വേണ്ടി ഇൻട്രസ്റ്റിംഗ് ആയി നമ്മൾ ബെഡിൽ എല്ലാവരും കൂടെ നിരന്നിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. അങ്ങനെ നമ്മുടെ മൂവി നല്ല ഇൻട്രസ്റ്റിംഗ് ആയി വന്നിട്ടുണ്ട്. അപ്പം ഒരു സൈക്കോ ത്രില്ലറൊക്കെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ത്രില്ലർ മൂവിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമ്മൾ നേരെ പുഴയിൽ ചാടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പഞ്ചാലി ഇസ്ത്രശയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മുണ്ടിതാ ആ കിടക്കുന്ന അടയിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞു. എന്നിട്ട് നമ്മുടെ ദേശീയ വസ്ത്രമായ നിക്കറാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഗായ്സ്. അപ്പം നമ്മൾ നിക്കർ വെസിക്കിളായിട്ടാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ മിൻറ്റൻ സോറി ഗായ്സ്, നമ്മുടെ വിസ്കിയും വോഡ്കിയും ആലോചിക്കുകയാണ് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുണ്ണി മഹാൻ വന്നത്. അപ്പോൾ തോർത്തും എല്ലാമായി നമ്മൾ പുഴയിൽ ചാടാൻ വേണ്ടി ഇതാ പോകുന്ന വഴിക്ക് നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ തോർത്ത് ഇതാ ചേടിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് കൊണ്ടാണ് തോന്നുന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ ഇന്ന് മോസ്റ്റ് വെയിലാണ്. ഈ കാണുന്ന വഴി കൂടെ വേണം നമുക്ക് പുഴയിലേക്ക് പോവാൻ. അങ്ങനെ നമ്മൾ വെയിലെല്ലാം കൊണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ കുഞ്ഞുണ്ണി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ചാടി ഇറങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മുണ്ടിനെ ഞാൻ സ്മരിക്കുവാണ്. അതാണ് തോർത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. മുണ്ട് പറിച്ചെറിയണ്ടായിരുന്നു എന്ന് തോന്നിയൊരു നിമിഷമുണ്ടെങ്കിൽ അതിതാണ്. കാരണം നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു. ഒരുപാട് നമുക്ക് മിസ് ചെയ്ത ഒരുപാട് പ്ലാൻസ് കണ്ടു. അതിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് കുഞ്ചാറ്റി എൻ്റെ സെറുപ്പിൽ സൗട്ടിയത്. നോക്കേണ്ട സെറുപ്പ് പൊട്ടിപ്പോയി ഗൈസ്. നമ്മുടെ പാറകൻ സെറുപ്പാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഗൈസ്, കണ്ടില്ലേ ഒറ്റച്ചവിട്ടിനെ പോറ്റി. അപ്പം നിങ്ങൾ നല്ല ഒരു ഹവായി എനിക്ക് സജസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇതിപ്പോൾ എത്രാമത്തെ ഹവായി ആണെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് നമ്മുടെ മോസ്റ്റ് ഹവായിൻ്റെ കാര്യം, ഇങ്ങനെയായി പോയി. അങ്ങനെ നമ്മൾ നടന്നതാ പോകുകയാണ് ഗേസ്. അപ്പം നമ്മുടെ പൊന്നുണിതാ ദിം തരികിട താം തരികിട തോം തരികിട തം തരികിട നം തരികിട കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ അവൻ ഇപ്പോൾ അവിടെ വീടുണ്ടായിരുന്നു, പക്ഷെ വീണില്ല. ചെറിയൊരു കുച്ചിപ്പൊടിയാണ് നിങ്ങളവിടെ കണ്ടത്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടേതാ വഴി തീരുന്നേയില്ല. അങ്ങനെ തീർന്നു ഗൈസ്. നമ്മൾ ലാസ്റ്റ് നമ്മുടെ ലക്ഷ്യത്തിലെത്തി. വാവ്, നമ്മൾ പുഴയിലെത്തി. പക്ഷെ എന്താണ്, വെള്ളമില്ല ഗായ്സ്. അപ്പം നമ്മുടെ ഡാം ഇതാ അവർ തുറന്നു വിട്ടു. അപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഒരു ഡാം പോലെയായിരുന്നു. ഇവിടെയാണ് അവർ മറിയനും ചടനൊക്കെ നമ്മളെ വിളിച്ചത്. പക്ഷേ ഇത് സാമദ്രോഹികൾ അതെല്ലാം തുറന്നു വിട്ടിട്ട് നോക്കിപ്പോൾ നമ്മൾ എവിടെ ചാടും. അങ്ങനെ നമ്മൾ സസികളായി. എന്ത് ചെയ്യാനാണ് ഗൈസ്.